മമ്മിയുടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എന്നെ പഞ്ഞിക്കിടുക. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ പിറ്റേ ദിവസം പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പണിക്ക് പോയി, നെല്ല് കൊയ്യാൻ പോയി, തെങ്ങ കയറാൻ പോയി. മമ്മിയോടടുത്തും പോയോ? ഇതിനകത്ത് മമ്മി എങ്ങാനും കേറി കിടന്നോ ഇട്ടിക്കും ഞാൻ കേട്ടോ. ഇത് എനിക്കും കുഞ്ഞാവയ്ക്കും ഉള്ളതാ. ഓഹോ എന്നായിരിക്കും മമ്മി പ്രഷർ കുക്കർ? വലിയ പ്രഷർ കുക്കറോ? എന്നാ ചെയ്യ പൊതി ഇവിടെ ഇരിക്കണേ? കുറെ ദിവസമായല്ലേ ഇവിടെ ഇരിക്കണത്. അത് നമുക്ക് തുറന്നു നോക്കിയാലോ? തുറന്നു നോക്കാം. തുറന്നു നോക്കാം. തുടങ്ങിക്കോ. കത്തി എടുത്തോ? കത്തി എടുത്തുണ്ടോട്ടെ. ഇവിടെ ഉണ്ട് കത്തി. നല്ല ബോക്സ് ആണെന്ന് തോന്നുന്നല്ലോ. പൂച്ചേനെ ഇടാനൊക്കെ എടുക്കാം. തുറന്നിട്ട് ഇത് മമ്മിക്കുള്ള സാധനമാണെങ്കിലോ? എന്തോ ഇത് വേറൊന്നും അല്ല. എന്നാന്നറിയാമോ? തുറന്നു കഴിയുമ്പോ പറയാം. എന്നതായിരിക്കും? മമ്മി ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതോ നല്ല പാത്രമാണോ? പാത്രം ആണെങ്കിൽ പിന്നെ മമ്മിയെ പിടിച്ചാൽ കിട്ടത്തില്ല അല്ലേ? എന്തായിരിക്കും ഈ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യാ? തുറക്ക വേഗം തുറക്കില്ലല്ലോ. എന്നാ മകള് തുറന്നോ? ഞാൻ തുറക്കാം. മക്കളുള്ളതല്ലേ, എനിക്കല്ലല്ലോ. എനിക്കുള്ളതെന്നാരാ പറഞ്ഞേ? പിന്നെ എനിക്ക് എന്നായാലും എനിക്കുള്ളതല്ല. ഇതല്ലേ ദിവ്യ ബ്രിൻഡോ? തുറക്ക്, വലിച്ചു തുറക്ക്. മമ്മിയുടെ ചായ കുടിച്ചതിന്റെ ഉത്സാഹമൊക്കെ കാണണ്ടേ? കുറെ ദിവസമായിട്ട് ഇത് പൊട്ടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം ഇപ്പൊ. ഇതില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പൊ വെട്ടി പൊളിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ആയുധം വെച്ചുള്ള കളിയാണ്. എന്നായിരിക്കും മമ്മി പ്രഷർ കുക്കർ? വലിയ പ്രഷർ കുക്കറോ? മമ്മിയല്ലേ പറഞ്ഞു ഈടെ മമ്മിക്ക് ഒരു ആനയെ പുഴുങ്ങാൻ പാടുള്ള പ്രഷർ കുക്കർ വേണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കട്ടിയത്. തുറക്ക്. എന്താണ് രസാണോ? കൊറേ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സോപ്പാ ഈയിടെ സിവേല് പോയി ഷോപ്പ് ചെയ്തില്ലായിരുന്നോ? അതിന്റെ ബാക്കിയാ. നമുക്ക് കുറെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നേ. പക്ഷെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ കറക്റ്റ് സൈസും കാര്യങ്ങളെല്ലാം എടുത്ത് അവർ അയച്ചു തന്നേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ വാങ്ങുകയൊക്കെ ചെയ്യാം സിവേന്ന്. ഇപ്പൊ കുറച്ചധികം സാധനങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് ഫസ്റ്റ് വന്നിട്ട് പാൻറ്റീസ് ആണ്. നമ്മളിത് ഒരെണ്ണം സാമ്പിൾ എടുത്തായിരുന്നേ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അവർ അയച്ചു തന്നതാണ്. നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ബാക്കി ഇതെന്തായിരിക്കും? ഇത് എനിക്ക് തോന്നുന്നു ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു അവർക്ക്. അപ്പോൾ അവരെനിക്ക് എൻ്റെ സൈസിന് കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. മമ്മി നോക്ക്, മമ്മിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. മമ്മിയുടെ കോൺസെപ്റ്റിനനുസരിച്ച് അടക്കവും ഒതുക്കവും ഉള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഈ മെറ്റേണിറ്റി കാലം കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കേ. അത് കഴിയുമ്പോൾ ഞാൻ എടുത്തിടാം. പക്ഷെ അങ്ങനെ മാറ്റി വെക്കാൻ തോന്നൂല കേട്ടോ. അത്രയും നല്ല പാറ്റേൺസ് ആണ്. പാവാടയാണോ? പാവാടയല്ല, ഇത് ഫ്രോക്ക്. ഇത് കേട്ടോ മമ്മിക്ക് മണി ഇടാൻ പറ്റും. മമ്മിയെപ്പോലെ വയറുള്ളവർക്കും ഇടാൻ പറ്റിയതാ ഇതൊക്കെ. ഇതൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇതെല്ലാം ഇട്ട് നമുക്ക് കാണിച്ചു തരാവേ. ഇതിന്റെ മേളിലൊരു ജാക്കറ്റ്. അപ്പൊ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഹൈലി ഫാഷനബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നുള്ളതാണ് സിവേല് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. വളരെ ഫാഷനബിൾ ആൻഡ് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ മമ്മിക്കൊന്നും വാങ്ങിയില്ലേ എന്ന് മമ്മി ചിന്തിക്കണ്ട. ഇത് മമ്മിക്കും ഇടാം. വയറുള്ളവർക്ക് ഇടാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ അല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. വേണേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൈസ് എടുത്ത് തരും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അല്ല എന്നാ ഞാൻ പറയാം. വേണ്ട അടുത്ത ഓരോന്നോടെ ഉണ്ടേ. ഇതുണ്ടോ ബനിയന്റെ? നല്ല ബോഡിയോട് നല്ല ഫിറ്റായിട്ട് കിടന്നോളും. നമുക്ക് യാതൊരുവിധ ഡിസ്കംഫോർട്ടും ഇല്ല. സുഖമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന സാധനങ്ങളാണേ. ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് ചെന്നാൽ വാങ്ങാൻ പറ്റും. ഏതാ ഷോപ്പ്? ശിവ മെറ്റേണിറ്റി വെയർ തൊടുപുഴ. പിന്നെ
അതെന്നാ ബെഡാണോ? ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെഡാ. മമ്മി ഞെട്ടണ്ട. പണ്ടത്തെ കാലമല്ല കുട്ടി ഇത്. പണ്ടത്തെ കാലത്ത് എവിടെയും വളഞ്ഞു കുത്തി കിടക്കുമായിരുന്നു പ്രഗ്നൻസിയുടെ സമയത്ത് കേട്ടാ. ഇനി ഞാനൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. എന്തിനാണോ? കൂട് വേണമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉപകാരം. മമ്മി തന്നെ പൊട്ടിക്ക്. എന്തെങ്കിലുമൊക്കെ ഏത് ആക്രി സാധനം എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അതെ മമ്മിക്ക് അതിന്റെ കൂട് വേണം കേട്ടോ. അങ്ങനെയില്ല, എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ. അതെ അതെ. ഓ ഇത് മുറിയല. ഇപ്പൊ മമ്മി വിചാരിക്കുന്നുണ്ടാവും കേട്ടോ, അപ്പൊ ഞാനും 2 പ്രസവിച്ച ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ ഓരോ പ്രഹസനം. കഴിഞ്ഞ ദിവസം കുറെ കമന്റുകൾ വന്നു അങ്ങനെ. നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മളെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം മാറുന്നുണ്ട്. പക്ഷെ ആളുകളുടെ കാഴ്ചപ്പാട് മാത്രം മാറുന്നില്ല. ഇതെങ്ങനെയാണെന്നറിയാവോ? ഇതിനകത്ത് നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും സേഫ് ആയിട്ട് കിടക്കാൻ പറ്റും. റൗണ്ട് വെച്ചേക്കുന്നതാണോ? വട്ടം വെച്ചേക്കുന്ന? അതെ അതെ. എങ്ങനെയാന്ന് വെച്ചാ കത്തി മാറ്റണ്ടേ. ഇപ്പൊ നമുക്ക് വയറായി വരുവാണല്ലോ. അന്നേരം എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇങ്ങനെ സൈഡിലേക്ക് തിരിയുമ്പോ ഈ വയർ ഇങ്ങനെ ഇങ്ങോട്ട് തൂങ്ങി വന്നായിട്ട് തോന്നും. അപ്പൊ ഇതിങ്ങനെ നമുക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാം. മമ്മി ഇതിനകത്ത് മമ്മി എങ്ങാനും കേറി കിടന്നോ ഇട്ടിക്ക് ഞാൻ കേട്ടോ. ഇത് എനിക്കും കുഞ്ഞാവയ്ക്കും ഉള്ളതാ. ഓഹോ കുഞ്ഞാവ ഉണ്ടാവുമ്പോ നമുക്ക് ഇവിടെ കിടത്താം സൈഡില്. പിന്നെ കൊറേ പേരിങ്ങനെ ചോദിക്കുക ഞങ്ങളൊക്കെ പ്രസവിച്ചതാ മമ്മി ഫ്രെയിം ഔട്ട് ആയി പോവാ. ഇവിടെ വന്നിരിക്കും. എന്റെ തലയൊന്നും അധികം കാണിക്കണ്ടല്ലോ എന്നോർത്താ. മമ്മിയുടെ തലയ്ക്ക് എന്നാ കുഴപ്പം? എന്റെ തല പനിയൊക്കെ കഴിഞ്ഞ കാരണേ ചുമ ശരിക്കും മാറിയില്ല. അപ്പൊ ഈ നരയുള്ളത് കൊണ്ട് നരയൊന്ന് കറപ്പിക്കാൻ. ചുമയും നരയായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ട് ചുമയുള്ള. മമ്മി ഇതൊക്കെ നല്ല പ്രൊഡക്റ്റ് ആമി. സിവയുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഏറ്റവും നല്ല മെറ്റീരിയൽ വെച്ച് ഇത് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഈ കവർ ആണേലും ഇതിങ്ങനെ ഊരിയെടുത്ത് വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പൊടി പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിന് ഈ ബൗൺസ് ആയിട്ട് നിൽക്കുന്നത് ഇത് പോകത്തില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് ആണ്. ഞാൻ പറഞ്ഞില്ലേ പെട്ടി പൊട്ടിക്കാറായി നമുക്ക് ഇതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞത്. എനിക്ക് ഈ സാധനം എന്നും മിസ് ചെയ്യും ഞാൻ കിടക്കുമ്പോ. മമ്മി വിചാരിക്കുന്നുണ്ടാവും ഞാനും 2 പ്രസവിച്ച ഇത് എന്തിട്ട് പ്രഹസനമാണ്. കമന്റിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. മമ്മിയുടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എന്നെ പഞ്ഞിക്കിടുക. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ പിറ്റേ ദിവസം പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പണിക്ക് പോയി, നെല്ല് കൊയ്യാൻ പോയി, തെങ്ങ കയറാൻ പോയി. മമ്മി ഒരിടത്തും പോയോ? അതോ മമ്മി റെസ്റ്റ് എടുത്തിട്ടാണോ പോയേ? അങ്ങനെ ഇഷ്ടംപോലെ കമന്റ്. കമന്റ് മമ്മി വായിക്കാറുണ്ടോ? കമന്റ് വല്ലോ? ഞാൻ ആദ്യത്തെ ദിവസത്തെ കമന്റ് വായിക്കും, പിന്നെ വായിക്കാറില്ല. എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകള് ഭയങ്കര കമന്റ്സ് ആണ്. അത്ര കാര്യമാക്കാറില്ല. നല്ല കമന്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ലൈക്കൊക്കെ അടിക്കാറുണ്ട്. പിന്നെ സമയം കുറവ് മൂലമാണ് ലൈക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുള്ളത് അല്ലേ. പിന്നെ എന്നാ മമ്മിക്ക് പ്രഗ്നൻസിയെ പറ്റി വല്ലതും പറയാനുണ്ടോ? അടങ്ങി ഒതുങ്ങിയൊക്കെ വല്ലയിടത്ത് ഇരുന്നോണേ. ടൗണിൽ പോക്കൊക്കെ വേണ്ട, പുറത്തു പോയുള്ള ഭക്ഷണം പിടിക്കണ്ട. അത് നല്ല കാര്യം. പിന്നെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാൻ പറയാനാണെങ്കിൽ പാടായിരിക്കും മമ്മി. അത് എനിക്ക് ശീലമില്ല. അത് ശീലിക്കണം. ഇതെങ്ങനെയുണ്ടോ മമ്മിക്ക്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. അതൊന്നും ഇടണ്ടോ, ഇപ്പൊ പറഞ്ഞൊന്നും ഇടണ്ടോ. അതിനാ കിട്ടാലോ. കിട്ടാതെ എഡിറ്റ് ചെയ്യണം, സെൻസർ ചെയ്തിട്ടാ മതി. പോട്ടെ. പിന്നെ വേറെന്നാ പ്രഗ്നൻസിയെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? പ്രഗ്നൻസിയെ പറ്റി ഇപ്പൊ എന്നാ പറയണ ഞാന്? ഇതൊക്കെ എന്ത് ഇതിന്റെ അമ്മയ്ക്ക് ഒരു 3 നോക്കിക്കൂടെ? ഇതൊക്കെ ഒരു നോർമൽ ആണ്, അല്ലാതെ പ്രഗ്നന്റ് ആണെന്ന് പറയണ്ട അങ്ങനെ 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 അങ്ങ് പമ്മി ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. സാധാ പോലെ. ഇത് ഞാൻ പമ്മി ഇരിക്കാൻ മേടിച്ചല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പമ്മി ഇരിക്കാൻ മേടിച്ചല്ലേ. എനിക്ക് ഉറങ്ങുമ്പോ എനിക്ക് എന്റെ വയറിനൊരു സപ്പോർട്ട് വേണം, അതിന് മേടിച്ച. വയറിങ്ങനെ തൂങ്ങി വരും ഒരു സൈഡിലേക്ക് കിടക്കുമ്പോ, ഭയങ്കര പ്രശ്നമാണ് അത്. പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ ഇത്. അപ്പൊ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഒരു വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ആ ചുരിദാറുകളെ ഒന്ന് ഇട്ട് കാണിക്കാം എല്ലാവരെയും. അത്രയും ഫാഷനബിൾ ആണ് കേട്ടോ. എനിക്ക് സാധാരണ മെറ്റേണിറ്റി വെയർ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാഷൻ സെൻസ് എല്ലാം ഏറെക്കുറെ തീർന്നു, നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ ആ ചിന്താഗതിയൊക്കെ തീർത്തി കളഞ്ഞു. സിവ മെറ്റേണിറ്റി വെയർ. മമ്മിക്കൊന്നും ഒരു പ്രാവശ്യം കടയിൽ പോകണമെന്ന് തോന്നുന്നില്ലേ?
ആ ശരിക്കും മമ്മിക്ക് ഒരു ഒത്തിരി സാധനങ്ങളുണ്ട് മമ്മി, ഞാൻ കളിയാക്കി പറയുന്നല്ല. വയറുള്ളവർക്ക് പറ്റിയ പാൻറ്റുകൾ, ലെഗിൻസ് ഞാനും മേടിച്ചിട്ടുണ്ട്. ഇച്ചിരി വയറാകുമ്പോഴേ അത് ഇടാൻ കംഫർട്ടായിരിക്കും. നമ്മുടെ വയറും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലെഗിൻസ് ഒക്കെ. ഇത് 990 രൂപ. പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന് കേട്ടോ. നമ്മൾ മുടക്കുന്ന ആ ഒരു പൈസയ്ക്ക് ഭയങ്കര വർത്താണ്. അത് മാത്രമല്ല നമുക്ക് യാതൊരുവിധ അലർജിയോ പ്രോബ്ലംസോ ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ്. ഈ ചൂടത്തിടാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ഈ ഷ്രഗ് ഞാൻ ഒരു ഫാഷൻ്റെ പേരിൽ മേടിച്ചതാണ്. ഈ ഈ ഷ്രഗ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ കാലാവസ്ഥയിലും ഇടാൻ പറ്റിയ സാധനങ്ങളുണ്ട് അവിടെ. ഞാൻ ഇട്ടുണ്ടോ കേട്ടോ. ഇട്ടുണ്ടോ? ഇത് ഇടുന്ന ഇഷ്ടമായോ? സൂപ്പറായിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ. കട്ടെന്നല്ല, കഴുത്തും കയ്യും ഒക്കെ എനിക്കും ഇഷ്ടമായി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലത് അങ്ങോട്ട് ഇവിടെ അങ്ങോട്ടും ഇറുകി പിടിച്ച് അല്ലേ കഴുത്തിനൊരു എന്റെ അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്കിപ്പോ ഒരു പാറ്റേൺ ഇഷ്ടമായെങ്കിൽ ഏത് പാറ്റേൺ ആണെങ്കിലും അവരോട് പറഞ്ഞാൽ നമ്മുടെ സൈസിനുള്ള എടുത്തു തരും. അടിപൊളിയാ അല്ലേ? അടിപൊളിയാ. അത് നല്ലതാണല്ലോ. നല്ല സ്കിന്നി ആയിട്ടാ കിടക്കുന്നത്. നമ്മുടെ മേത്ത് ഡ്രസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും കംഫോർട്ടായി. നല്ലതാട്ടോ. നല്ലതല്ലേ? വീട്ടിലാണേലും പുറത്താണേലും നമുക്ക് പുറത്തിടാനും നല്ലതാ. ഭയങ്കര കംഫോർട്ടാണ്. അതുപോലെ ഈ കളർ നല്ല രസം. കളർ നല്ലതല്ലേ? പേസ്റ്റ് കളർ. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടായിട്ടോ. എനിക്കിഷ്ടായി. വള്ളിയൊക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. ഇതെല്ലാം ഫീഡിംഗ് ടോപ്സ് ആണ്. അതെ അതെ, എനിക്ക് മനസ്സിലായി. നല്ലതാ. സൂപ്പർ സൂപ്പർ. വേണ്ട ഫാഷനബിൾ അല്ലേ? ഇതിങ്ങനെ നമുക്ക് ഈ ഷ്രഗ് ഇട്ട് വിടാം. ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? വെസ്റ്റേൺ അല്ലേ? അമ്മക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായിട്ടോ. അടിപൊളിയല്ലേ? അടിപൊളിയൊക്കെയാ.